ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പൗർവിഷനെ സ്നേഹിക്കുകയും ദൈവദാസന്മാരായ ഞങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഞങ്ങളെ പരിചയമില്ലാത്തവരും ഇത് കേൾക്കുന്നുണ്ട്, അവർക്കും വന്ദനം. ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ പൗർവിഷൻ കുടുംബം ഒരുമിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്ന് നമ്മളൊരു വിവാദപരമായ വിഷയത്തിലോട്ട് ഒറ്റ എപ്പിസോഡ് മാത്രം ഒന്ന് കയറുക. ഒരു ചോദ്യം: ആരാണ് പാറ? ചോദിക്കാൻ കാരണം, ക്രിസ്തീയ സഭയിൽ പത്രോസേ നീ പാറയാകുന്നു എന്ന് ഒരു പറച്ചിലുണ്ട്. വചനത്തിലില്ല, ഒരു പറച്ചിലുണ്ട്. ഈ പറച്ചിലെല്ലാം ഒന്നും ശരിയൊന്നുമല്ല. ഓരോരോ കാലഘട്ടത്തിൽ ഓരോ കാര്യം പറഞ്ഞങ്ങ് സ്ഥാപിക്കുക ചിലർ. ഇപ്പോഴും പത്രോസേ നീ പാറയാകുന്നു എന്ന് ബൈബിളിലുണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്ന പാവങ്ങളുണ്ട്. നിങ്ങളോട് ഒത്തിരി ബഹുമാനത്തോടെ പറയുകയാണ്, അങ്ങനെയല്ല ആ വാക്യം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ പാറ എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് വിളിച്ചു പറഞ്ഞ ആ വിശ്വാസ പ്രഖ്യാപനമാണ് പാറ. ഈ പാറമേൽ, ഈ വിശ്വാസത്തിൻ്റെ മേൽ, ഈ ഏറ്റുപറച്ചിലിൻ്റെ മേലാണ് ദൈവസഭ പണിയപ്പെടുന്നത്. അതിനുശേഷം ഇന്ന് വരെ കോടിക്കണക്കിന് മനുഷ്യർ ഏറ്റുപറഞ്ഞു യേശു ക്രിസ്തു രക്ഷകനും ദൈവവുമെന്ന്, ദൈവപുത്രനെന്ന്. ആ ഏറ്റുപറഞ്ഞവരെ കൊണ്ടാണ് സഭയുടെ കല്ലുകൾ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് പത്രോസ് പറഞ്ഞാൽ എങ്കിലും മനസ്സിലാക്കണ്ടേ? പത്രോസ് പറയുന്നത് എന്നാണെന്നറിയോ? നിങ്ങളും ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി തീർന്നിട്ട് ദൈവസഭ പണിയണം എന്നാണ്. അപ്പോൾ പത്രോസ് അല്ല പാറ എന്ന് പത്രോസ് പറഞ്ഞാലും നമ്മൾ അവനെ പാറയാക്കിയേ നിൽക്കുള്ളൂ. എന്തൊരു കഷ്ടമല്ലേ? ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിലും വിശുദ്ധ പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലുമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതിനോട് ബന്ധപ്പെട്ട ഒരു നല്ല ഒരു ദിശാബോധം നൽകുന്ന വാക്യമാണ് നമ്മുടെ ധ്യാന വിഷയമായ 18-ാം സങ്കീർത്തനത്തിൻ്റെ 31-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവയല്ലാതെ ദൈവമാരുള്ളൂ, നമ്മുടെ ദൈവമൊഴികെ പാറയാരുള്ളൂ. ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ആധികാരികമായ വചനമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കർത്താവല്ലാതെ ഒരു പാറയില്ലെന്ന്, യഹോവയല്ലാതെ ഒരു ദൈവം ഇല്ലെന്ന് അങ്ങനെ തീർത്തു പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു മനുഷ്യനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് മനസ്സിൽ നിന്ന് അതൊന്ന് മാറ്റാം. യേശു ക്രിസ്തുവാണ് പാറ, യുഗങ്ങളുടെ പാറയാണവൻ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവാണ് അടിസ്ഥാനം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ 18-ാം സങ്കീർത്തനത്തിലെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൂ ഈസ് ഗോഡ് എക്സെപ്റ്റ് ദ ലോർഡ്? ഹൂ ഈസ് ദ റോക്ക് എക്സെപ്റ്റ് അവർ ഗോഡ്? ഇതിനകത്ത് വലിയ ഏകത്വം, യുണീക്നെസ് കിടക്കുക. ആ പേര്, ആ സ്ഥാനം മറ്റാർക്കും കൊടുക്കാൻ പാടില്ല.
കർത്താവിന് മാത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.